ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ മിയാനി കിച്ചൺ. ഞാനിന്ന് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഗ്രീൻ മസാല ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 300 ഗ്രാമോളം ഉണ്ട്. ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രീൻ മസാല തയ്യാറാക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി നിറയെ മല്ലിയില ചെറിയ തണ്ടുകളോട് കൂടി തന്നെ ഇടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 പച്ചമുളകുണ്ട്. ഒരുപാട് എരിവുള്ളതാണെങ്കിൽ എരിവ് നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, പെരിഞ്ജീരകം കുരുമുളകും മാത്രം മതി. പെരിഞ്ജീരകം കുറച്ച് കൂടുതൽ എടുക്കണം. ഒരു നിറയെ ഒരു സ്പൂണ് പെരിഞ്ജീരകം ഉണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണോളം കുരുമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി അല്ലി കുറച്ച് വലുതാണ്. വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ. പിന്നെ ഒരു ഹാഫ് സവാള, ചെറിയൊരു സവാളയുടെ ഹാഫ്, അതും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ നീരൊഴിക്കണം. ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ വേണം. ഇഞ്ചി ഞാൻ എടുത്തില്ല, ഇഞ്ചി എടുത്തുകൊണ്ട് വരാം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം. പിന്നെ ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം നമുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചു കൊണ്ടുവരാം കേട്ടോ. മസാലയൊക്കെ നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, വെള്ളം ഒഴിക്കാതാണ് അരച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാല മുഴുവനും ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്ത് നമുക്കൊരു 1/2 മണിക്കൂർ വെക്കണം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ചിക്കനിലേക്കെല്ലാം നല്ലതുപോലെ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം നമുക്കെടുത്ത് വറക്കാം. ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1/2 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കൂടുതൽ എണ്ണ വേണം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ കഷ്ണം ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ കഷ്ണവും ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 3 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് 2 സൈഡ് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മസാല നമുക്ക് ഇത് ചിക്കൻ കുറച്ച് ഫ്രൈ ആയി വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴേ മസാല ഇട്ട് കൊടുത്താൽ ഇത് കരിഞ്ഞു പോകും. ഒരു സൈഡ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ നമുക്കൊരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് മീഡിയം ലോ ഫ്ലെയിമിലായിട്ട് മാറ്റി നമുക്കൊരു 20 മുതൽ 25 മിനിറ്റ് വരെ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊണ്ടുവരാം. എല്ലാ പീസസും മറിച്ചിട്ടിട്ടുണ്ട്. 2 സൈഡും 3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ സൈഡും ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതുപോലെ നമുക്ക് എല്ലാ സൈഡും ഫ്രൈ ആയി വരുന്ന പോലെ മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു 15 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇതിനകത്ത് ഇടുന്ന് വെന്ത് കഴിയുമ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ അധികം എരിവില്ലാത്ത പച്ചമുളക് ഇതൊന്ന് നടുവേ കീറിയിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഈ മുളകും വെളുത്തുള്ളിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അത് എരിവില്ലാത്ത മുളകാകുമ്പോൾ നമുക്ക് കഴിക്കാനും പറ്റുമല്ലോ. ഇനി നമുക്കിതിൽ ബാക്കി ഉണ്ടായിരുന്ന മസാലയില്ലേ, ഇതും കൂടെ ഈ ചിക്കൻ്റെ പുറത്തോട്ടൊക്കെ വെച്ച് കൊടുക്കാം. ഒരു കോട്ട് മസാലയും കൂടെ ആയി കിട്ടുമല്ലോ. ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 25 മിനിറ്റ് കൊണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടും ചിക്കൻ. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, പച്ച മസാലയുടെയൊക്കെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ഗ്രീൻ മസാല ചേർത്ത ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ്. ഇതിങ്ങനെ വെറുതെ പെറുക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാം. സിമ്പിളല്ലേ, അധികം മസാല ഒന്നും ഇല്ലാതെ, ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ കുരുമുളകും പെരിഞ്ജീരകവും മാത്രമല്ലേ നമ്മൾ മസാലയായിട്ട് ചേർക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് റെഡിയാക്കി കഴിച്ച് നോക്കിയാൽ, ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പിയുമായി മിയാനി കിച്ചണിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.